അപ്പൊ എന്തായാലും ഏറ്റവും വലിയ ശിവഭക്തനാണ് കുബേരൻ. ആ കുബേരനെ കുബേരനാക്കിയത്, നിധികളുടെ അധീശത്വം നൽകി നിധികളുടെ നാഥനാക്കി മാറ്റിയത് ശിവനാണ്. വിഷ്ണുവിന് പോലും സുദർശന ചക്രത്തെ പ്രദാനം ചെയ്തത് ശിവനാണ്. ജീവനെ പശുപ്രായത്തിൽ നിന്നും ഉദ്ധരിക്കുന്നത് ശിവനാണ്. പാശുപതം എന്ന വ്രതം കൊണ്ട്, പാശുപതം എന്ന മന്ത്രം ഉപാസിച്ചുകൊണ്ട് നമ്മളൊക്കെ അതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ട് ആശ്രയിക്കുന്നതും ശിവനെയാണ്. ശിവൻ വസിക്കുന്നത് ശ്മശാനത്തിലാണ്. എന്ത് ഈ ശ്മശാനം? ജീവിതത്തിന്റെ അവസാന ഘട്ടമാണ്. നമ്മളൊക്കെ ഒടുവിൽ എത്തിച്ചേരേണ്ട ഇടമാണ് ശ്മശാനം എന്ന് പറയുന്നത്. അതുവഴിയല്ലാതെ നമുക്ക് പോവാൻ വേറെ വഴിയില്ല. ചില ഓഡിറ്റോറിയങ്ങൾക്കൊക്കെ ആകെ ഒറ്റ വാതിലേ ഉണ്ടാവുള്ളൂ, അല്ലേ? അകത്തു വരാനും പുറത്തു പോവാനും ആ വഴി കൂടിയേ പോകാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ ഒടുവിൽ നമ്മളെല്ലാവരും നിശ്ചയമായും എത്തിച്ചേരുമെന്ന് ഉറപ്പുള്ള ഇടം, ഒരേ ഒരു ഇടം ശ്മശാനാണ്. മറ്റെല്ലായിടത്തും നമ്മൾ എല്ലാവരും പോകണമെന്നില്ല. പക്ഷേ ഭഗവാൻ അറിയാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരു പുരാണം നടത്തുകയാണ്, സ്കന്ദപുരാണം നടത്തുകയാണ്. എല്ലാവരും വരുമോ? എല്ലാവരും വരുമൊന്നുമില്ല. വേറെ പണിയൊന്നുമില്ലാത്ത കുറച്ചു പേര് അവിടെ പോയിരിക്കും. അല്ലാതെ എല്ലാവരും സ്കന്ദപുരാണം കേൾക്കാൻ വരുമൊന്നുമില്ല. അതുകൊണ്ട് ഭഗവാൻ അറിയാം, നിങ്ങളെല്ലാവരും ഒരു ദിവസം വരുന്ന ഇടം ഏതാണ്? ഒരേ ഒരു ഇടമേ ഉള്ളൂ, ശ്മശാനം. നമുക്കൊക്കെ അതിലേ പോയേ പറ്റുള്ളൂ, അല്ലേ? നമ്മൾ പോവില്ല എന്ന് പറഞ്ഞാലും ബാക്കിയുള്ളവർ കൊണ്ടുപോകും. അതുകൊണ്ടാണ് ഈ കെട്ടിയെടുക്കുക എന്ന് പറയുന്നത്. നമ്മളെ കെട്ടിപ്പൊതിഞ്ഞിട്ടാണല്ലോ അങ്ങോട്ട് കൊണ്ടുപോകണത്. നമ്മൾ വെറുതെ പറയാറുണ്ടല്ലേ ഈ വാക്ക്, നീ എങ്ങടാ കെട്ടിയെടുക്കണത്? പറയരുത്. കെട്ടിയെടുക്കണത് അവസാനമാണ് കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് പോകണത്. അപ്പൊ എല്ലാവർക്കും പോകേണ്ട ഇടമാണ് ശ്മശാനം. അതുകൊണ്ട് ഭഗവാൻ നമ്മളെ കാണാൻ വേണ്ടിയിട്ടാണ് ശ്മശാനവാസിയായിട്ട് അവിടെ ചിതാഭസ്മമൊക്കെ ധരിച്ച്, ഒക്കെ ഒരുപാട് തത്വങ്ങളാണ് എന്നാണ്. ഭസ്മം എന്ന വാക്ക് തന്നെ അതിന് ഒരുപാട് പര്യായങ്ങളുണ്ട്. വിഭൂതി, ഭസ്മം, രക്ഷ, പലതും പറയും പുരാണങ്ങളിൽ. എന്താണ് ഈ ഭസ്മത്തിന്റെ പ്രത്യേകത? ഏതൊന്നും അഗ്നിയിൽ ദഹിപ്പിച്ചാൽ അതിന്റെ അവസാനത്തെ പരിണാമത്തിന്റെ അവസാനത്തെ ഘട്ടമാണ്, അവസ്ഥയാണ് ഭസ്മം. കുറെ ഭസ്മം കിടക്കണമെന്ന് വിചാരിക്കുക. വിറക് കത്തിച്ചു, അടുപ്പിൽ കിടക്കണു ഭസ്മം, അല്ലെങ്കിൽ ഹോമകുണ്ടത്തിൽ കിടക്കണു ഭസ്മം. അത് കുറച്ച് എടുത്തിട്ട് വീണ്ടും കത്തിച്ചു നോക്കൂ. ഇനി അതിനൊരു മാറ്റവും വരുത്താൻ നമുക്കാവില്ല. അപ്പൊ ഇനി അത് പരിണമിക്കാൻ ഇടയില്ലാത്തതാണ്. പരിണാമത്തിന്റെ അവസാനത്തെ ഘട്ടത്തിൽ അത് ഭസ്മമായി കഴിഞ്ഞു എന്നാണ്. അതാണ് ഭസ്മതത്വം എന്നാണ്. ലോകത്തെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് ഭസ്മതത്വം. എന്തിനാ ഭസ്മം ധരിക്കണത്? തന്റെ തന്നെ വിഭൂതികളാണിതെല്ലാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഭസ്മ മാഹാത്മ്യത്തിലൊക്കെ പറയും എന്തിനാ നമ്മൾ നിത്യവും ഭസ്മം ധരിക്കണത്. ദേവി ഭാഗവതത്തിലും ശിവപുരാണത്തിലും ഒക്കെ ഭസ്മമാഹാത്മ്യം പറയുമ്പോൾ കാണാം. എന്തിനാ ഭസ്മം ധരിക്കണത്? നെറ്റിയില്, കഴുത്തില് ഭസ്മം ധരിച്ചാൽ കഴുത്തുകൊണ്ട് ചെയ്യുന്ന പാപമൊക്കെ തീരുന്നതാണ്. എന്നും കഴുത്തിൽ ഭസ്മം ധരിച്ചാൽ. കഴുത്തുകൊണ്ട് എന്ത് പാപ ചെയ്യണത്? പറയാറുണ്ടല്ലേ, പരദൂഷണം ഏറ്റവും വലിയ പാപം. നാവിന്റെ തുടക്കം ഇവിടുന്നാണ്. നമ്മള് കുറ്റം പറയുക, ദ്വേഷിച്ചുകൊണ്ട് പറയുക, നിന്ദിച്ചുകൊണ്ട് പറയുക, ഇതൊക്കെ നാവ് കൊണ്ട് ചെയ്യണ വാചീകമായ പാപമാണ്. അതിന് ഒരു പ്രായശ്ചിത്താണ്, പരിഹാരമാണ് കഴുത്തിൽ ഭസ്മം തൊടുക, നെറ്റിയിൽ ഭസ്മം തൊടുക. കയ്യിൽ ഭസ്മം തൊട്ടാൽ കൈകൊണ്ട് ചെയ്യണ പാപമൊക്കെ തീരും എന്നൊക്കെ പറയാറുണ്ട്. അവ ഭസ്മത്തെ ധരിച്ചതായ ആ ഭഗവാൻ, ശ്മശാനവാസിയായിട്ടുള്ള ആ ഭഗവാൻ, അതിന്റെ ആ ഭഗവാന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെയാണ് അവിടുന്ന് ശിവനിന്ദയെ ചെയ്യുന്നത് എന്ന്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠനാണ് അവിടുന്ന്, രുദ്രനാണ്. അങ്ങ് യജ്ഞപതിയെ ഉപേക്ഷിച്ചുകൊണ്ട് നിസ്സാരമായ ഫലം തരുന്നവരെ ഭജിക്കുന്നത് മോഹം കൊണ്ടാണ്. തന്റെ അച്ഛനെ തിരിച്ചറിയാതെ ഒരു മകൻ തന്റെ അച്ഛൻ ആരാണെന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരെ തന്റെ പിതാവാണ് എന്ന് ധരിക്കുന്നത് പോലെ ഏറ്റവും വലിയൊരു അപരാധമാണ് അങ്ങ് ശിവനിന്ദ ചെയ്തുകൊണ്ട്, രുദ്രന് ഭാഗം നൽകാതെ, ആ ശിവന് യാഗഭാഗത്തെ നൽകാതെ യാഗം ചെയ്യുന്നത്.
ഏറ്റവും വലിയ അധർമ്മമാണ്, പാപമാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം ചലിക്കുന്നതും, അഗ്നി ജ്വലിക്കുന്നതും വായു ചലിക്കുന്നതും സകലതും പ്രവർത്തിക്കുന്നത് ആ ശിവനെ ഭയന്നിട്ടാണ് എന്നാണ്. അതുകൊണ്ട് ദക്ഷ, അങ്ങ് ആ ശ്രീപരമേശ്വരന് ഹവിസ് നൽകണം, കൊടുക്കുക തന്നെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ദധീജി ഉപദേശിക്കുന്നു. എന്നിട്ടാണ് ആ ശ്രീപരമേശ്വരൻ തന്നെയാണ് പരബ്രഹ്മം എന്ന് ദധീജി ദക്ഷനെ ബോധിപ്പിക്കുന്നതായ ആ ഒരു സന്ദർഭമാണ് തുടർന്ന് പറയുന്നത്. നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. കുറച്ചുകൂടി നമുക്ക് പാരായണം ചെയ്തിട്ട് ഇനി ബാക്കി കഥകളെ അനുസ്മരിക്കാം. വെറ്റിവേൽ മുരുകനുക്ക് ഹര ഹരോ ഹര ഹര.